വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് സിമ്പിൾ പ്രസന്റ് ടെൻസ് വളരെ സിമ്പിൾ ആയിട്ട് പഠിച്ചാലോ? എല്ലാവർക്കും ടെൻസസ് ഉപയോഗിക്കാനായിട്ട് പലപ്പോഴും കൺഫ്യൂഷൻസ് ഒക്കെ തോന്നാറുണ്ട്. അപ്പൊ എന്താണ് സിമ്പിൾ പ്രസന്റ് ടെൻസ്, അതിന്റെ സ്ട്രക്ചർ എന്താണ്, അതുപോലെ അത് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, കുറച്ച് എക്സാമ്പിൾ, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഒരു പിക്ചർ നോക്കിക്കേ. ഈ പിക്ചറിൽ എന്താ നിങ്ങൾക്ക് മനസ്സിലാവുന്നേ? ഹാബിറ്റ്സിനെ സൂചിപ്പിക്കുന്നു, ജനറൽ ഫാക്റ്റുകൾ വെളിപ്പെടുത്തുന്നു, ലൈക്സ് ആൻഡ് ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുന്നു, അതുപോലെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഒരു സ്കെഡ്യൂളിനെ കുറിച്ച് പറയുന്നു. ഫോർ എക്സാമ്പിൾ, ഒരു ബോയ് ഇവിടെ പല്ല് തേക്കുന്നു. പതിവായി ചെയ്യുന്ന കാര്യമാണ്, റെഗുലർലി ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ നമ്മുടെ റുട്ടീൻസിനെയും ഹാബിറ്റ്സിനെയും എക്സ്പ്രസ് ചെയ്യുമ്പോൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുക. നെക്സ്റ്റ്, യൂണിവേഴ്സൽ ട്രൂത്ത്, അതായത് സൂര്യൻ കിഴക്കുദിക്കുന്നു, അതിന് മാറ്റമില്ല. അപ്പൊ ഇങ്ങനെയുള്ള മാറാത്ത ഫാക്റ്റുകള്, ട്രൂത്തുകള് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് യൂസ് ചെയ്യുന്നത്. കൂടാതെ ഐ ലൈക്ക് ചോക്ലേറ്റ്സ്, ഷീ ലൈക്സ് ചോക്ലേറ്റ്സ്. അപ്പൊ ഇങ്ങനെയുള്ള ലൈക്സ്, ഫീലിങ്സ്, ഇതും സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് നമ്മൾ പറയുക. ഇനി അതിന്റെ ഒരു സ്ട്രക്ചർ കൂടി നമ്മൾ അറിയണം. കാരണം ഒരു സെന്റൻസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് സബ്ജക്റ്റ് ഉണ്ട്, വേർബ് ഉണ്ട്. അപ്പൊ ഈ സബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സെന്റൻസിലെ പേഴ്സൺ, പ്ലേസ്, തിങ്, ഇതിനെയൊക്കെയാണ് നമ്മൾ സബ്ജക്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എന്താണ് ഈ വേർബ് എന്ന് പറയുന്നത്? ഒരു ആക്ഷനെ സൂചിപ്പിക്കുന്നതാണ് വേർബ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയട്ടെ, ഹി റൺസ്. ഈ ഹി റൺസ് എന്നതിലെ സബ്ജക്റ്റ് ആരാണ്? ഹി എന്ന് പറയുന്നതാണ്. ഇതൊരു പ്രോനൗൺ ആണ് എങ്കിൽ പോലും അത് സബ്ജക്റ്റ് ആണ്, ഒരു പേഴ്സൺ ആണ്. ഇനി ആക്ഷനെ സൂചിപ്പിക്കുന്ന വേർബ് എന്ന് പറയുന്നത്, ഈ ഒരു ഹി റൺസ് എന്നതില് റൺസ് എന്നതാണ് വേർബ് എന്ന് പറയുന്നത്. ഷീ ഗോസ്, ഷീ എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ്, ഗോസ് എന്ന് പറയുന്നത് ആക്ഷൻ ആണ്. അപ്പൊ ഇവിടെ വേർബ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് ഗോസ് എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സബ്ജക്റ്റിന്റെ കൂടെ എങ്ങനെയാണ് വേർബ് യൂസ് ചെയ്യുന്നത്, അത് ഇംഗ്ലീഷിൽ ഒരു നിയമം തന്നെയുണ്ട്. അതായത് സബ്ജക്റ്റും വേർബും തമ്മിൽ കൂട്ടുകൂടുന്നത് ആരൊക്കെ തമ്മിലാണ്? ഈ ഒരു പിക്ചർ നോക്കിക്കേ, രണ്ടുപേര് തമ്മിൽ കൂട്ടാണല്ലേ. അപ്പൊ ഈ സബ്ജക്റ്റും വേർബും തമ്മിൽ കൂട്ടുകൂടണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു റൂളുണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം. ഹി റൺസ്, ഷീ ഗോസ്, ഇറ്റ് റെയിൻസ്. അപ്പൊ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരാളാണ് അല്ലെ, ഇവിടെ ഒരാളാണ്. ഹി എന്ന് പറയുന്നത് ഒരാളെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഈ ഒരാളാണ് സബ്ജക്റ്റ് എങ്കിൽ അതിനോട് മാച്ചായി കൂട്ടുകൂടുന്ന വെർബ് എന്ന് പറയുന്നതും സിംഗുലർ ആയിരിക്കണം. സബ്ജക്റ്റ് ഒരാളുമുള്ള അല്ലെങ്കിൽ സിംഗുലർ ആണ് എങ്കിൽ വെർബ് എന്ന് പറയുന്നതും അതിന്റെ സിംഗുലർ ഫോമിലുള്ളതായിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇനി അതിന്റെ കൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ നോക്കിക്കേ, ഐ, യു, വി, ദേ, ഇങ്ങനെയുള്ള സബ്ജക്റ്റുകളാണ് വരുന്നത് എങ്കിൽ നമ്മൾ യെസ്സോ ഇയെസ്സോ ചേർത്ത് വെർബിനെ മാറ്റരുത്. ഇവിടെ നിങ്ങൾ ആദ്യമേ കൂട്ടുകൂടുന്ന കാര്യം ഞാൻ പറഞ്ഞപ്പോൾ സബ്ജക്റ്റ് ഹി ആണ് എങ്കിൽ റണ്ണിന്റെ കൂടെ യെസ്സിനോടും ഇയെസിനോടും ഒരു കൂട്ടുപിടിക്കും. ഇപ്പൊ ഇവിടെ റൺസ് ആയതുകൊണ്ടാണ് യെസ് മാത്രം വരുന്നത്. അപ്പൊ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബും എന്തായിരിക്കണം? സിംഗുലർ ഫോമിലായിരിക്കണം. അതാണ് ഹി റൺസ് എന്ന് വന്നത്. ഇനി ഇവിടെ ദേ എന്ന് പറയുന്നത് എന്താണ്? പ്ലൂറൽ ഫോമിലുള്ളതാണ്. വി എന്ന് പറയുന്നത് എന്താണ്? പ്ലൂറൽ ഫോമിലുള്ളതാണ്. അപ്പൊ ഐ എന്ന് പറയുന്നത് ഞാൻ, ഞങ്ങൾ എന്നുള്ള രീതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ ഇവിടെയെല്ലാം വെർബ് എന്ന് പറയുന്നത് യെസ്സിനോടോ ഇയെസിനോടോ കൂട്ടുപിടിക്കില്ല. അതുകൊണ്ടാണ് ഐ റൺ, ദേ ഗോ, വി പ്ലേ എന്നൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ അതിന്റെ സ്ട്രക്ചർ. സബ്ജക്റ്റ് സിംഗുലർ ആണ് എങ്കിൽ വെർബ് എങ്ങനെയായിരിക്കണം?
സിംഗുലർ ആയിരിക്കണം. അപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, ഷീ പ്ലേസ് ഫുട്ബോൾ. ഷീ എന്ന് പറയുന്നത് എന്താണ്? ഒരാളാണ് അല്ലെ. പ്ലേസ് എന്ന് പറയുന്നത് എന്താണ്? വെർബിന്റെ സിംഗുലാർ ഫോം ആണ് കേട്ടോ. പ്ലേസ് എന്ന് പറയുന്നത് എസ്ഒ ഇഎസ്ഒ ചേർക്കുമ്പോൾ നമുക്ക് സിംഗുലാർ ഫോമിലേക്കാണ് വരിക. ഇനി പ്ലൂറൽ ആണെങ്കിലോ പ്ലേ എന്നാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പൊ ഇവിടെ ഹീയോ ഷീയോ ഇറ്റോ ആണ് എങ്കിൽ വെർബും സിംഗുലാർ ഫോമിലായിരിക്കണം. ഷീ പ്ലേസ് ഫുട്ബോൾ, ഹീ പ്ലേസ് ഫുട്ബോൾ, ഇങ്ങനെ ആയിരിക്കണം. ഇനി ഇത് തന്നെ നെഗറ്റീവിലേക്കാണ് നമ്മൾ പറയുന്നത് എങ്കിലോ ഐ ഡോണ്ട് പ്ലേ ഫുട്ബോൾ എന്നായിരിക്കണം. അപ്പോൾ അവിടെ ഹീയും ഷീയുമാണ് എങ്കിലോ നമ്മൾ പറഞ്ഞില്ലേ എസ്ഒ ഇഎസ്ഒ ചേർത്തിട്ടാണ് ഹീയോ ഷീയോ ഇറ്റോ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുക എന്ന് പറഞ്ഞത്. അപ്പൊ ഹീ ഡസ് നോട്ട് എന്നായിരിക്കണം. ഹീ ഡു നോട്ട് എന്ന് നമ്മൾ യൂസ് ചെയ്യില്ല. ഹീ ഡസ് നോട്ട്. ക്വസ്റ്റ്യൻ ഫോമിൽ അല്ലെങ്കിൽ ഇൻട്രോഗേറ്റീവ് സെന്റൻസിലും അങ്ങനെ തന്നെ. ഡു ഓർ ഡസ്, സബ്ജക്റ്റ് വരണം, ബേസ് വേർബ് വരണം. ഡു യു പ്ലേ ഫുട്ബോൾ, അത് ഹീയോ ഷീയോ ആണെങ്കിലോ ഡസ് ഹീ പ്ലേ ഫുട്ബോൾ എന്നുള്ളതാണ്. ഇനി കൂടാതെ നമ്മൾ ഈസ് ആം ആർ എന്ന് പറയുന്നതും പ്രസന്റ് ടെൻസിൽ യൂസ് ചെയ്യുന്നതാണ്. ഐ ആം എ ഡോക്ടർ, ഷീ ഈസ് എ നേഴ്സ്. അപ്പൊ ഇവിടെ ഈസ് നമ്മൾ യൂസ് ചെയ്തു, ആം യൂസ് ചെയ്തു. അപ്പൊ ഇതെല്ലാം പ്രസന്റ് ടെൻസിൽ യൂസ് ചെയ്യുന്നവയാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ ഒന്നുകൂടി റീസ്റ്റേറ്റ് ചെയ്ത് പറയാം. ഹാബിറ്റ്സ് അല്ലെങ്കിൽ റുട്ടീൻസിനെ, അതായത് തിങ്സ് വി ഡു റെഗുലർലി, അതിനെ നമ്മൾ ഏത് ടെൻസിലാണ് യൂസ് ചെയ്യുക? സിമ്പിൾ പ്രസന്റ് ടെൻസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഐ ബ്രഷ് മൈ ടീത്ത് എവറി മോർണിംഗ്, ഷീ ഗോസ് ടു ദി സ്കൂൾ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഹാബിറ്റ്സ് ആണ്, റുട്ടീൻസ് ആണ്. ഇനി ട്രൂത്ത് ഓർ ഫാക്റ്റിനെയും നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് യൂസ് ചെയ്യുന്നത്. ദ സൺ റൈസസ് ഇൻ ദി ഈസ്റ്റ്, സൂര്യൻ കിഴക്കുദിക്കുന്നു. ഓൾവേസ് ട്രൂ ആണ്, അതിന് വ്യത്യാസമില്ല. അത് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് പറയേണ്ടത്. ഇനി സ്കെഡ്യൂൾഡ് ആയിട്ടുള്ള ഈവൻസ്, ഫീലിംഗ്സ്, തോട്ട്സ്, ഇതിനെയും എക്സ്പ്രസ് ചെയ്യുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആയിരിക്കണം. ഇനി കുറച്ച് എക്സാമ്പിൾ കൂടി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ടെൻസ് ക്ലിയർ ആവും. ഡെയിലി റുട്ടീൻസ്, ഹാബിറ്റ്സ്. I wake up at 6 o'clock. She goes to school. അപ്പൊ ഇവിടെ ഷീ എന്ന് പറയുന്നത് സിംഗുലർ ആണ്, സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരാളേ ഉള്ളൂ. അതുകൊണ്ടാണ് വേർബ് എസ് അല്ലെങ്കിൽ ഇ എസ് ചേർത്തിട്ട് നമ്മൾ സിംഗുലാർ ഫോമിൽ തന്നെ യൂസ് ചെയ്യുന്നത്. ഷീ ഗോസ് ടു സ്കൂൾ എന്നാണ്. ഷീ ഗോ ടു സ്കൂൾ എന്ന് പറഞ്ഞാൽ അത് ഗ്രാമാറ്റിക്കലി തെറ്റാണ്. ഇനി they പ്ലേ ഫുട്ബോൾ എന്നാണ്. ഇൻ ദി ഈവനിങ്, അതൊക്കെ ഒരു റുട്ടീനാണ്. ഈവനിങ്ങില് ഫുട്ബോൾ കളിക്കുന്നു. ഹി ബ്രഷസ് ഹിസ് ടീത്ത് ഡെയിലി, അവൻ പല്ല് തേക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഡെയിലി ചെയ്യുന്ന ഒരു കാര്യമാണ്. ഹി ആയതുകൊണ്ടാണ് നമ്മൾ ബ്രഷസ് എന്ന് പറയുന്നത്. ഇനി യൂണിവേഴ്സൽ ട്രൂത്ത് ആണെങ്കിലോ, ദ സൺ റൈസസ് ഇൻ ദി ഈസ്റ്റ്, വാട്ടർ ബോയിൽസ് അറ്റ് 100 degrees, cats like milk. ഫീലിംഗ്സിനെ കുറിക്കുന്ന കുറച്ച് സെന്റൻസ്. I love my family. She likes mangoes. They hate noise. ഇത് തന്നെ സിമ്പിൾ പ്രസന്റ് ടെൻസിലെ ക്വസ്റ്റ്യൻസ് ആണെങ്കിലോ, do you like ice cream? Does she play a piano? Where do you live? What does he do? ഇങ്ങനെയായിരിക്കണം ചോദിക്കേണ്ടത്. ഇനി നെക്സ്റ്റ് നിങ്ങളുടെ ടേൺ ആണ്. അപ്പൊ എന്താണ് ഈ പിക്ചേഴ്സിൽ കാണുന്നത് എന്ന് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഒന്ന് പറഞ്ഞു നോക്കൂ. I get up at 6 o'clock. എവറി ഡേ നമ്മൾ എത്ര മണിക്കാണ് എഴുന്നേക്കുന്നത്? 6 o'clock. ഇനി ഹി ആയിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും പറയുക? He gets up. I brush my teeth. He brushes his teeth.
I go to the school. He goes to the school. I eat my breakfast. He eats breakfast. I read a book. He reads a book. ഇങ്ങനെ ആയിരിക്കണം നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയുമായി വരാം. ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാനായിട്ട് മറക്കരുത്. താങ്ക് യു സോ മച്ച്.